ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഞാൻ പ്ലാനറ്റോറിയത്തിൻ്റെ ഫോർത്ത് പാർട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പ്ലാനറ്റോറിയം അധികം ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അപ്പോൾ ദേ ഇന്ന് കാണിക്കുന്നത് മിറർ ഹൗസാണ്. മിറർ ഹൗസിലേക്ക് എൻ്ററായി. മിറർ ഹൗസിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ ഫോട്ടോസ് ഇങ്ങനെയൊക്കെ നോക്കി, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതേപോലെ കിണറിലേക്ക് ഒന്ന് എത്തിച്ച് നോക്കി. അതേപോലെ അവിടെ പല രീതിയിൽ പലതരത്തിലുള്ള സർപ്പള രീതികളൊക്കെ കണ്ടു. പല രീതികളിൽ അതിൽ കൂടെ പോയാലും ഇതിൽ കൂടെ പോയാലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ നമ്മൾ ഓരോ ഷേപ്പിൽ നിന്ന് ഓരോ സൈസ് അങ്ങനെ നല്ല ഭംഗിയിൽ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. എന്ത് രസമായിട്ട് കാണുന്നത്, ഓരോ രീതിയിൽ ചിലതിൽ റൗണ്ടായിട്ട് കുറേ എന്താ പറയുക പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ ഇതൊക്കെ പ്രതിഫല രശ്മികളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അക്വേറിയത്തിലേക്കാണ് പോയത്. അക്വേറിയത്തിൽ കുറേ ഭയങ്കര പൊട്ടാസ് സ്മെല്ല് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മീനിൻ്റെ ആയിരുന്നു തോന്നും. ഭയങ്കര എനിക്ക് മീനെ വലിയ ഇഷ്ടമല്ല, പക്ഷേ മീനെ ഇഷ്ടമല്ല, അതേപോലെ മീനിൻ്റെ സ്മെല്ലും എനിക്ക് വലിയ താല്പര്യമില്ല. പേഴ്സണലി എനിക്ക് താല്പര്യമില്ലാത്ത കാരണം എനിക്ക് ഭയങ്കര ഒരു ചില സ്ഥലത്തൊക്കെ പോയാൽ നല്ല സ്മെല്ല് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ഒരു വൃത്തിഹീനമായ ഒരു സ്മെല്ലാണ് എനിക്ക് എടുത്തത് കേട്ടോ. പിന്നെ ചില വെള്ളമൊന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ചാവക്കാട് അക്വേറിയത്തിലൊക്കെ പോയപ്പോൾ ഭയങ്കര വളരെ മറൈൻ വേൾഡിലൊക്കെ പോയപ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ അത്ര ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതേപോലെ ഞാൻ പല അക്വേറിയത്തിലും പോയെങ്കിലും അവിടെ ഒന്നും എടുക്കാത്തൊരു വൃത്തികെട്ട സ്മെല്ല് എനിക്ക് അവിടെ എടുത്തു കേട്ടോ. ഭയങ്കര ബാഡ് സ്മെല്ലാണ് എനിക്ക് അവിടെ എടുത്തത് കേട്ടോ. അതേപോലെ മീനുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് അക്വേറിയത്തിൽ കിടന്ന് നീന്തുന്നുണ്ട്, പക്ഷേ വെള്ളമൊന്നും മാറ്റി കൊടുത്തില്ല തോന്നുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ശുചീകരണം വൃത്തിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ക്ലീനിങ് ഒക്കെ നടത്തുന്നുണ്ട് ആ ചേട്ടൻ. ചിലതിലൊക്കെ നല്ല ക്ലീനിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ചിലതിലൊന്നും ഭയങ്കര ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ആയിട്ട് നിന്നായിരുന്നു. അപ്പോൾ അതെ കുറേ മീമികൾ കിടന്ന് ഓടുന്നുണ്ട്. ചിലർ വെള്ളം ബോറായിട്ട് കിടക്കുന്നുണ്ട്, അത് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. അതേപോലെ മീനിൻ്റെ അക്വേറിയത്തിൻ്റെ മുകളിലുള്ളതാണ് കേട്ടോ. അവിടെ ഇങ്ങനത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ അവിടെ പിള്ളേരെ നമ്മുടെ ചില വീടുകളിലൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ കറങ്ങണ അക്വേറിയം. എല്ലാ വീടുകളിലും ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. അതേപോലെ അവിടെ പോയപ്പോൾ പല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഒരു കുട്ടിയുടെ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബോട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ ഭൂമിയുടെ ഘടന അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടൽ, മറ്റേ സുനാമി, അങ്ങനത്തെ പ്രക്രിയകളൊക്കെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കരുത്. അതേപോലെ കമൻറ്റ് ചെയ്യണമെങ്കിൽ മറക്കരുത് കേട്ടോ. മഞ്ഞ് കട്ടകളൊക്കെ കൂട്ടം കൂടി കിടക്കണതൊക്കെ കണ്ടു. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാം നമുക്ക് അവിടെ പോയപ്പോൾ. പ്ലാനറ്റോറിയത്തിൽ പോയപ്പോൾ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. അതേപോലെ രണ്ടാമത്തെ ഷോ 4 മണിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. ആ ഷോ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനെ കുറിച്ചായിരുന്നില്ല, വേറെ എന്തോ, അതായത് ഈ ഭൂമി ഭ്രമണം, അതായത് ചന്ദ്രനെ ഉദിക്കണതൊക്കെ ആയിരുന്നു. അത് പക്ഷേ വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ സമയത്ത് നന്നായി കിടന്നുറങ്ങി. ആ ഒരു 10 മിനിറ്റ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അതേപോലെ സുനാമിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ആ ഒരു പ്ലാനറ്റോറിയത്തിൽ കണ്ടതിൽ ഒരു പ്ലാനറ്റോറിയത്തിൻ്റെ ഫസ്റ്റ് ഷോ മാത്രമാണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയുള്ളൂ. രണ്ടാമത്തെ ഷോ എനിക്ക് അത്ര വലിയ ഓക്കെ ആയിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ കുറേ നേരം ഇരുന്ന കാരണമായിരിക്കും കേട്ടോ. കുറേ നേരം ഇരുന്ന കാരണം ഭയങ്കരമായിട്ട് ബോറടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഉപ്പുണ്ടാക്കണ രീതികൾ. അതൊക്കെ കുട്ടികളെ ശരിക്കും പവിഴപ്പുറ്റുകൾ, അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് അവിടെ ഇതൊക്കെ എഴുതിച്ചിട്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. പവിഴപ്പുറ്റുകൾ, പവിഴങ്ങൾ, അതൊക്കെ ഭംഗിയിൽ ചെയ്ത് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പത്തിലാണ്. കുട്ടികൾക്ക് വേഗം കണ്ടാൽ വേഗം മനസ്സിലാവും. പിന്നെ അതേപോലെ സുനാമി കാര്യങ്ങൾ, പിന്നെ ഷിപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ബോട്ട് ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ആൺകുട്ടി ഞങ്ങൾക്ക് തന്നില്ല. കുട്ടി തന്നെയായിരുന്നു കാര്യമായിട്ട്, അവൻ തന്നെ ഓടിച്ചുകൊണ്ടിരുന്നാലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അതേപോലെ ഭൂമി അച്ചുതണ്ടിന് ചുറ്റും ചന്ദ്രനും വേലിയേറ്റവും അതേപോലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കൂടെ കൂടിക്കോളാം കേട്ടോ. അതേപോലെ കടലിൻ്റെ മക്കളാണ്. കടലിൻ്റെ ഭംഗി നല്ല രീതിയിൽ അത് അവർ എന്താ പറയുക, നല്ല രീതിയിൽ അതിൻ്റെ മോഡലിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വാസ്കോ പോകുന്ന കപ്പലാണെന്ന് സംശയമുണ്ട് എനിക്ക്, കാരണം കോഴിക്കോടാണല്ലോ വന്ന് കപ്പൽ ഇറങ്ങിയത്. അപ്പോൾ ചീനവല കാര്യങ്ങൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് എന്ത് ഭംഗി കാണാൻ. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ കണ്ടാൽ ഞങ്ങൾ പോയ പ്ലാനറ്റോറിയത്തിൻ്റെ നെക്സ്റ്റ് ഷോയാണ് ഇനി അടുത്ത പാർട്ട് വരുന്നത്. കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കണം. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു. മറക്കരുത് കേട്ടോ എല്ലാം.